നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഒരു മാസത്തിലധികമായി കനൌരി അതിർത്തിയിൽ നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗത് സിംഗ് ദല്ലാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പഞ്ചാബ് സർക്കാരിന് ഡിസംബർ 31 വരെ സമയം നൽകി സുപ്രീം കോടതി. ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ. സാഹചര്യം വഷളാക്കിയതിനും വൈദ്യസഹായം നൽകണമെന്ന് സുപ്രീം കോടതിയുടെ മുൻവിധികൾ പാലിക്കാത്തതിലും സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അതേസമയം കർഷകരിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നതുകൊണ്ടാണ് ദല്ലാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയാത്തത് എന്ന് പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. പ്രതിഷേധ സ്ഥലത്തെത്തി ദല്ലാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാനും വൈദ്യസഹായം നൽകാനും ശ്രമിച്ചിരുന്നുവെന്നും പഞ്ചാബ് അഡ്വക്കേറ്റ് ജനറൽ ഗുർമീന്ദർ സിംഗ് ബെഞ്ചിന് മുന്നിൽ വ്യക്തമാക്കി. ദല്ലാളിനെ ആശുപത്രിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്ത കർഷക നേതാക്കൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കാത്ത കർഷക നേതാക്കൾ അദ്ദേഹത്തിന്റെ അഭ്യുദയ സാക്ഷികളാണെന്നും കോടതി കൂട്ടിച്ചേർത്തു. ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി വൈദ്യസഹായം നൽകണമെന്ന് ഉറപ്പാക്കാൻ പഞ്ചാബ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ചെയ്തത്. മിനിമം താങ്ങുവില നിയമമാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകർ സമരം ആരംഭിച്ചത്. പഞ്ചാബിൽ നിന്നെത്തിയ ഡൽഹി ചലോ മാർച്ചിനെ ഹരിയാന പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് കിസാൻ മോർച്ച നേതാവ് ദല്ലേവാൾ നവംബർ 26 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തി വരികയാണ്. കുറച്ചു ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി തുടരുകയാണ്.